ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഓത്തുപള്ളി ബഷീർ. നമ്മൾ പഴയ വാഹനങ്ങളും പുതിയ വാഹനങ്ങളും വാങ്ങുന്നവരും വിൽക്കുന്നവരുമാണ്. പക്ഷെ നമ്മൾ അതിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് പഴയ വാഹനങ്ങൾ കൊടുത്തിട്ട് പുതിയ വാഹനങ്ങൾ എക്സ്ചേഞ്ചിൽ വാങ്ങുക. അങ്ങനെ ആ എക്സ്ചേഞ്ചിൽ വാഹനങ്ങൾ കമ്പനികൾക്ക് നൽകി ഒരു പുതിയ വാഹനത്തിൽ കാത്തിരുന്ന് ഒരു തട്ടിപ്പിനിരയായ ഒരു കഥയാണെന്ന് നമുക്ക് പറയാനുള്ളത്. എൻ്റെ പ്രിയ സുഹൃത്തും മുതലാളിയുമായിട്ടുള്ള മുസ്തഫാക്കുള്ള ഒരു അനുഭവം പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ സ്വാഗതം മുസ്തഫാക്ക. അപ്പൊ നിങ്ങളുടെ ജീവിതത്തില് ആദ്യമായിട്ട് പറ്റിയൊരു അബദ്ധം അല്ലെങ്കിൽ വീഴ്ച എന്ന് പറയാം, എന്താണ് സംഭവം? ആദ്യമായിട്ടൊന്നുമല്ല, അബദ്ധങ്ങളൊക്കെ ഒരുപാട് പറ്റിയിരിക്കണം. ഇത്ര കടുത്തൊരു അബദ്ധങ്ങൾ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ എന്നെ പറ്റിച്ചിട്ടില്ല. കാരണം സൂക്ഷ്മത കൊണ്ടൊന്നുമല്ല, ഞാൻ അങ്ങനെ സൂക്ഷിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ എന്നാലും ഞാൻ പെടലില്ല. ഇത് കടുത്ത ഒരു വഞ്ചനയിൽ തന്നെ ഞാൻ കുടുങ്ങി. എന്റെ ഡിയോ വണ്ടി, ഞാനിപ്പോ ഇങ്ങനെ ലൈനിൽ കൂടെ എപ്പോഴും പോകുന്ന ഒരാളാണ്. എനിക്ക് സ്കൂട്ടിയാണ്. സ്കൂട്ടി വണ്ടി വിൽക്കാൻ സമയമായി. ഒരു പുതിയ വണ്ടിക്ക് കമ്പം പിടിച്ചു. അങ്ങനെ ഉണ്ടല്ലോ, പുതിയ വണ്ടി വേണമെങ്കിൽ ഒരു കമ്പം പിടിച്ചാല്. പുതിയ വണ്ടിന്റെ കമ്പം കൊണ്ട് മാത്രമല്ല, എനിക്ക് ലൈന് പോകണമെങ്കിൽ മൈലേജ് കുറച്ച് കൂടുതലുള്ള വണ്ടി വേണമെന്നും അത് പെട്രോൾ അടിക്കാത്ത കറണ്ടിന് ഇലക്ട്രിക് വാഹനം ആകണമെന്ന് എനിക്ക് ആദ്യം ഒരു തോന്നലുണ്ടായിരുന്നു. അത് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് നല്ലൊരു വണ്ടിന്റെ കണ്ണുപെട്ടത്. നല്ല വണ്ടി പറഞ്ഞാൽ നല്ലൊരു കമ്പനിന്റെ വണ്ടി തന്നെ, TVS കമ്പനിന്റെ വണ്ടി എന്ന് തന്നെ പറയാം. iQube വണ്ടി, അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്, കുറ്റിയുറപ്പുണ്ട്, നമുക്ക് ലോഡ് വെച്ച് പോകണമെങ്കിൽ പോവാം. അങ്ങനത്തെ ഒരു വണ്ടിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അതിനുവേണ്ടി എൻ്റെ പരിസരത്തുള്ള ഒരു ഷോറൂമിൽ, TVSന്റെ ഷോറൂമിൽ ഞാൻ പോയി. പേര് ഏത് TVSന്റെ ഷോറൂമാണ് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, പറയേണ്ടി വന്നാൽ നമുക്ക് പറയാം. ഇതിപ്പോ TVSനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ അല്ല. നല്ലോണം സൂക്ഷിച്ചോളൂ ഇത് കാണുന്ന പ്രേക്ഷകർ എന്നുള്ള സന്ദേശമാണ് ഇതിൽ നടക്കുന്നത്. വാഹനമാണെങ്കിലും എന്താണെങ്കിലും കാലം വളരെ മോശമാണ്. അതുകൊണ്ട് പറയാണ് ജമാന ഖറാബ് ഹെ. അതാണ് ഈ കാലത്തെ പറ്റി പറയാനുള്ളത്. നമ്മള് മാരുതിയുടെ ഒരു ഷോറൂം, അതല്ലെങ്കിൽ TVSന്റെ ഷോറൂം, അതല്ലെങ്കിൽ ഹോണ്ടന്റെ ഷോറൂം, അതല്ലെങ്കിൽ ഫിലിപ്സിന്റെ ഷോറൂം, ഇങ്ങനെയുള്ള നമ്മുടെ പ്രമുഖ കമ്പനികളെ നമ്മൾ എന്തായാലും അവിശ്വസിക്കൂല. ഇവരൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കമ്പനികളാണല്ലോ. അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ ചെന്നിട്ട് എന്റെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാണ്ട് നിങ്ങളെ വണ്ടി എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് പിറ്റേ ദിവസം ഞാൻ എൻ്റെ വണ്ടി കൊണ്ടേ കൊടുത്തു. ഞാൻ നേരിട്ടല്ല കൊണ്ടേ കൊടുത്തത്, എൻ്റെ ഒരു സുഹൃത്ത് ജുമാൻ പറഞ്ഞ ഒരാളെടുത്താണ് ഞാൻ വണ്ടി കൊണ്ടേ കൊടുത്തത്. വണ്ടിയൊക്കെ ഒരു ഇഷ്ടപ്പെട്ട് വാങ്ങി 30,000 റുപ്യ വില കണ്ട് അങ്ങനെയൊക്കെ ഉറപ്പിച്ചു പോന്നു. ആ സമയത്ത് ഇവര് റെസീറ്റ് എന്തെങ്കിലും പേപ്പർ ഉണ്ടോ, കടലാസ് ഉണ്ടോ എന്ന് വെച്ചപ്പോ അതൊക്കെ മുസ്തഫാന്റെ ആക്കാന്റെ അടുത്ത് ഞങ്ങൾ കൊടുത്തോളാം, അത് പ്രശ്നമാക്കാം. വണ്ടി കൊണ്ടേ കൊടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ മുസ്തഫാക്കാന്റെ അടുത്ത് കൊടുത്തോളാം, അതൊന്നും പ്രശ്നമാക്കണ്ട. ഒരു TVS കമ്പനി അങ്ങനെ പറയുമ്പോ നമുക്കതിൽ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പ്രമുഖ കമ്പനികളാണ്, പറ്റിക്കുക എന്ന് പറഞ്ഞ സംഗതി അവർക്ക് ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് ആ വണ്ടി കൊടുത്തു പോകുന്നത്. 15 ദിവസം 20 ദിവസം കഴിഞ്ഞിട്ട് ഒരു വിവരമില്ല. എത്ര ദിവസം അവർ എക്സ്ചേഞ്ച് പറഞ്ഞപ്പോ പുതിയ വണ്ടി തരാന്ന് പറഞ്ഞു? പുതിയ വണ്ടി തരാന്ന് പറഞ്ഞു. പുതിയ വണ്ടി iQube വണ്ടി കുറച്ച് ഡിലേ ആണ്, ഒന്ന് ഇയർ എൻഡ് ആണ്, അതുകൊണ്ട് കുറച്ച് ഡിലേ വരും. ഇത് 3 ആഴ്ചയെങ്കിലും നിങ്ങൾ കാത്തിരിക്കേണ്ടി എടുത്താൽ പറഞ്ഞപ്പോ ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല, 3 ആഴ്ച കാത്തിരിക്കണേന് എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. വണ്ടി കൊടുത്തപ്പോ വണ്ടിന്റെ ഡോക്യുമെന്റ് ഒക്കെ കൊടുത്തു, എല്ലാം കൊടുത്തു, RC ചാവി എല്ലാം കൊടുത്തു. കാരണം അവർക്ക് വണ്ടി വിൽക്കേണ്ടി വന്നാല് വേണ്ടി വരുമല്ലോ. വണ്ടി അവർ വിൽക്കും ചെയ്തു. 30,000 റുപ്യ എനിക്ക് വില കണ്ടു. അവരെത്രക്കാ വണ്ടി വിറ്റതെന്ന് എനിക്കറിയില്ല. വണ്ടിയിൽ വിറ്റു. എനിക്ക് OTPക്ക് ഒരു പെണ്ണ് വിളിച്ചു, ഒരു സ്ത്രീ എന്നെ OTPക്ക് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു OTP അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഞാൻ TVSക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ TVSന് എന്നെ വിളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ TVSന്റെ മാനേജർ എന്നെ വിളിക്കണം. വണ്ടി വിറ്റിക്കണം ഉസ്തവാക്കാം, അപ്പൊ അതുകൊണ്ട് എന്റെ OTP പറഞ്ഞു കൊടുക്കണം. ആയിക്കോട്ടെ, OTP ഞാൻ പറഞ്ഞു കൊടുക്കുക. നിങ്ങളവിടൊക്കെ പൈസ റിസീവ് ആയിക്കണോ അല്ലേന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചതാണ് ഞാൻ. ഓ, പൈസ ഒക്കെ റിസീവ് ആയിക്കണേ, കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞു കൊടുത്തോളൂ. ആ ഇടയിൽ ഞാൻ ചോദിച്ചു നമ്മളെ വണ്ടിയോ എന്ന് ചോദിച്ചപ്പോ നിങ്ങളെ വണ്ടിനെ കുറിച്ച് ഞാൻ വൈകുന്നേരം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പറഞ്ഞുതരാം എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ അതിനെ കുറിച്ച് എനിക്ക് വിളിച്ചിട്ടില്ല. TVSന്റെ മാനേജറാണിത്. അങ്ങനെ സമയങ്ങൾ നീണ്ടുപോയി. ശരിയാവും, ഞാനാണെങ്കിൽ തിരക്കിലും പെട്ടു എന്ന് പറഞ്ഞാല് എനിക്ക് എൻ്റെ ഒരു ആശുപത്രിയിൽ ഇങ്ങനെ ഇടക്കിടക്ക് കൊണ്ടുപോകേണ്ട ഒരു ചുറ്റുപാടും മറ്റും മറിച്ചൊക്കെ ഉണ്ടായതുകൊണ്ട് മെയിൻ്റെ ഒക്കെ പല വഴിക്കാണ്. ജനുവരി 9-ാം തീയതി, ഇന്നിപ്പോ ജനുവരി 28-ാം തീയതിയാണ്. ജനുവരി 9-ാം തീയതി ഞാൻ TVSന്റെ ഷോറൂമിൽ നേരിട്ട് ചെന്നപ്പോ ഈ വണ്ടി വാങ്ങിച്ച മാനേജറൊക്കെ അവിടുന്ന് പോയിക്കണം. പുതിയ മാനേജറോട് ചോദിച്ചപ്പോ ഞാനത് അറിയില്ല പറഞ്ഞു.
ഒരു സ്ഥാപനത്തിന്റെ ഉടമ പറഞ്ഞതാണത്. സ്ഥാപനത്തിന്റെ മാനേജർ എന്നുള്ള നിലക്കാണ് നമ്മൾ സ്ഥാപനത്തിനാണ് വണ്ടി കൈമാറിയിട്ടുള്ളത്. ഞാനത് അറിയില്ല, നിങ്ങള് പിന്നെ കൊടുത്തോലേക്കൊന്ന് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ നിരുത്തരവാദപരമായ ഒരു സമീപനാണ് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിക്ക് കൊണ്ടു. നമ്മളൊരു അമിതമായി വിശ്വസിച്ച ഭയങ്കര വഞ്ചിക്കൽ പറഞ്ഞ TVS എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തെ ആരെങ്കിലും വിശ്വസിക്കാതിരിക്കുവോ? ഒരു കടലാസിനാണോ വില, അതോ ഇതുവരെ അവർ നേടിയെടുത്ത ഒരു വിശ്വാസത്തിനാണോ വില? ആ വിലയിലാണ് ഞാനിതൊക്കെ കൊടുക്കുന്നത്. ഒരു കമ്പനി എന്ന് പറയുമ്പോ അതിനൊരു വാല്യൂ, വിശ്വാസ്യത, കടലാസിനേക്കാൾ വാല്യൂ ഉണ്ട് ഒരു ബ്രാൻഡിന്. പേപ്പറിനേക്കാൾ വാല്യൂ ഉണ്ട്. മനുഷ്യ സമൂഹത്തിന്റെ ഇടയിൽ ആ ബ്രാൻഡിന് ഈ കാലം വരെ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ആർക്കും ഇങ്ങനെ പറ്റിക്കോന്ന് നമ്മൾ അറിയില്ലല്ലോ. എനിക്കറിയില്ല. എനിക്ക് വളരെ സങ്കടം വന്നു. എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. കാരണം നമ്മുടെ അടുത്ത് പേപ്പർ തന്നിട്ടില്ല. അവര് നിങ്ങളെടുത്ത് ഇവിടെ ഹാജരാക്കിയ പേപ്പർ എവിടെയെന്നാ ഇയാൾ ചോദിച്ചത്. വിശ്വസിച്ച് വണ്ടി ഏൽപ്പിച്ചിട്ട്, ആ ഷോറൂമിൽ വണ്ടി ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പേപ്പർ കിട്ടിക്കണം. നമുക്കറിയാം അവിടുന്ന് പേപ്പർ കിട്ടുന്നില്ല. നമ്മളതൊന്നും പഠിച്ചിട്ടല്ല പോണത്. നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു സാധനമായിട്ട് ചെല്ലുമ്പോ അതിന്റെ റെസീറ്റ് തരും എന്നൊന്നും ചോദിക്കാൻ തന്നെ എനിക്ക് ഇപ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലായത്. ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോ എങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട് എന്ന് വെച്ചാല് അത് എഴുതി കൊടുക്കണം. ആരാച്ചാലും എഴുതി കൊടുക്കണം. അതല്ലെങ്കിൽ നിങ്ങളെ റെസീറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ, എപ്പോഴാച്ചാ വാങ്ങിക്കൊണ്ട് ഒന്നും അതിനിപ്പോ ഇവര് പറ്റിക്കാനല്ലേ വിചാരിച്ചിക്കണേ. ഇവര് പറ്റിക്കാൻ വിചാരിച്ചതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. ഞാനത് പലർക്കും കംപ്ലൈന്റ് ചെയ്തു, പോലീസ് സ്റ്റേഷനെ കംപ്ലൈന്റ് ചെയ്തു. അതേപോലെ TVSന്റെ ഫേസ്ബുക്കിൽ ഞാൻ കംപ്ലൈന്റ് ഇട്ടു, ശ്രീവിഎസിന് ഞാൻ ഇമെയിൽ അയച്ചു. ഇതുവരെ എന്റെ പൈസ പോയിന് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഈ നിമിഷം വരെ തീരുമാനമായിട്ടില്ല. ഞാൻ ഇനി എന്തു ചെയ്യണം എന്ന് എനിക്കറിയാം. എന്താണ് ഇതിന് ചെയ്യേണ്ടത് എനിക്കറിയാം. ആ വഴിക്ക് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. കച്ചറ ഉണ്ടാക്കാൻ ഞാൻ പോണില്ല, പ്രയാസത്തിന് പോണില്ല, പ്രശ്നം ഉണ്ടാക്കാൻ പോണില്ല. എന്നെ മിനിഞ്ഞാന്നോ എങ്ങാണ്ടും ഒരാൾ TVSന്റെ ഒരു ഹെഡ് എന്നാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചു. തീക്കൊള്ളി കൊണ്ട് കയറിയ നായിക്ക് പച്ചള്ളം കണ്ടാലും പേടിയെന്നാണല്ലോ. നമുക്ക് ഫോണിൽ വിളിക്കുന്ന ഒരു കോളിപ്പോ വിശ്വാസമല്ല. അവരാണെന്ന് പറഞ്ഞുകൊണ്ട് പലരെ കൊണ്ടും വിളിപ്പിക്കാം. ഇതല്ല പാർട്ടി ഇതല്ലേ. ഈ പാർട്ടി പലരെ കൊണ്ടും വിളിപ്പിക്കാം. ഇനി അവരെനിക്ക് വിശ്വാസമല്ല. ഈ വിശ്വാസ വഞ്ചനയിൽ ഇങ്ങനെ ആരും ഇനി പെടരുത് എന്ന് തന്നെയാണ് CCTV പറഞ്ഞ നമ്മള് CCTV പോക്കറ്റ് കുത്തി നടക്കല്ലോ. നിങ്ങളെ അവിടെ വാഹനം കൈമാറുന്നത് നിങ്ങളെ സുഹൃത്ത് വാഹനം കൈമാറിയായിരുന്നു. ഇതിന്റെ CCTV ഫൂട്ടേജും മറ്റും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അവരുടെ കയ്യിലുണ്ടോ ഇല്ലേ അവരത് തരൂലല്ലോ. അതായത് അവർക്ക് എതിരാകുന്ന ഒരു കാര്യം അവർക്ക് വരുമെന്ന് കണ്ടാൽ അവരടുത്തുള്ള ഡോക്യുമെന്റ് നമുക്ക് തരൂല. എനിക്ക് ഇങ്ങോട്ട് ഫോൺ വിളിച്ച എല്ലാ സംസാരവും എന്റെ അടുത്തുണ്ട്, റെക്കോർഡുകളുണ്ട്. ഇപ്പോഴും ആ റെക്കോർഡുകൾ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അതിലുണ്ടായത് അത് ഭാഗ്യവശാൽ എന്റെ ഫോണിന്റെ ഒരു സംവിധാനത്തിൽ അതിലുണ്ടായതാണ്. ഞാൻ അവരെ പറ്റിക്കാൻ വേണ്ടിയോ അതല്ലാതെ ഇങ്ങനെ ഒരു പ്രൊസീജിയർ അവരുടെ അടുത്ത് വരും എന്ന് വിചാരിച്ചൊന്നും റെക്കോർഡാക്കിയല്ല. എന്റെ ഫോൺ ഓട്ടോമാറ്റിക്കലി റെക്കോർഡാണ്. അത് അതിലുണ്ട്. പല ഫോണുകളും ആ പെണ്ണ് വിളിച്ച് OTP ചോദിച്ചതും പിന്നെ ആർക്കാണ് വണ്ടി വിറ്റതെന്നും വണ്ടി വിറ്റ ഒരാൾ എനിക്ക് വിളിച്ചതും ഈ മാനേജർ വിളിച്ചുകൊണ്ട് വണ്ടി നിങ്ങളെ പഴയ വണ്ടി ആരെ കയ്യിലാണ് നിങ്ങൾക്ക് അറിയാം. വണ്ടി വിറ്റുപോയി. ആരെ കയ്യിലാന്ന് എനിക്ക് അറിയില്ലെങ്കിലും അയാളെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട്. കാരണം അയാൾ എനിക്ക് വിളിച്ചിരുന്നു OTP പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പേരിന്ന് മാറിപ്പോയി. വിശ്വാസത്തിന്റെ പേരിലാണ് ഈ OTP ഞാൻ പറഞ്ഞു കൊടുത്തത്. മാനേജർ പോയും ചെയ്തു. മാനേജർ അവിടുന്ന് പോയി. മാനേജറെ കുറിച്ച് പല കുറ്റവും അങ്ങോട്ടും പറയുന്നുണ്ട്. നമുക്കതറിയില്ല. മാനേജർ അറിഞ്ഞ വ്യക്തിക്കല്ല നമ്മൾ വണ്ടി കൊടുത്തിട്ടുള്ളത്. നമ്മൾ TVS അറിഞ്ഞ പ്രസ്ഥാനത്തിനാണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. ആ ഷോറൂമിനാണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. ആ ഷോറൂമിന്റെ വിശ്വാസത്തിലാണ് നമ്മൾ റെസീറ്റും കൂടി വാങ്ങാതെ പോകുന്നത്. ഇനിയും ഇങ്ങനെയുള്ള വഞ്ചനകളിൽ കാലം മോശമാണ്. ആരും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാലം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ, ഈ സംഗതിയിൽ നമുക്ക് ഒരു സന്ദേശം കൊടുക്കല്ലത്. അതല്ലാതെ ആരെങ്കിലും കുറ്റം പറയാനോ ഒന്നുമല്ല. സംഗതി പ്രശ്നമാണ്. മറ്റുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടി ഇതിനെ മറ്റുള്ള ഒരു രീതിയിൽ ഒരു ഇടപെടൽ നടത്തി നിങ്ങൾ കമ്പനിയുമായി ബന്ധപ്പെട്ട്? ഞാന് പിന്നെ കാളിയാവ് മേഖലന്റെ മറ്റേ വ്യാപാരി വ്യവസായ നെറ്റ് പറഞ്ഞിരുന്നു. അവരവിടെ പോയിട്ടുണ്ട്. അതേപോലെ വണ്ടൂര് വ്യാപാര സമിതി അവരായിട്ട് ബന്ധപ്പെട്ട് അവരും അവിടെ പോയിട്ടുണ്ട്. അവര് പിന്നെ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞങ്ങാണ്ടുള്ള മറുപടികളൊക്കെ തരുന്നത് എങ്കിലും റിപ്ലൈ അവർക്ക് കൊടുത്തത് എങ്കിലും
എനിക്ക് ഇതുവരെ അതിന്റെ ഇപ്പൊ ശരിയാവട്ടോ എന്ന് പറഞ്ഞാൽ തൃപ്തികരമായിട്ടില്ല. തൃപ്തികരമാകണമെങ്കിൽ ഞാൻ 2 മാസമായി വണ്ടി ഇല്ലാതെ നടക്കണം. ഞാൻ പുതിയ വണ്ടിയില്ല, പഴയ വണ്ടിയില്ല. മോട്ടോർ സൈക്കിളിന് ചെറിയ ഒരു ദൂരത്തേക്ക് പോണെങ്കിലും ഇപ്പൊ കാർ എടുത്തുകൊണ്ട് അമിത ചെലവിലാണ് ഞാൻ പോണത്. ഒരാൾ പോകേണ്ട സ്ഥലത്തേക്ക് 4 ആൾ പോണ വണ്ടി എടുത്താണ് പോണത്. ഇതൊക്കെ ഇവരെ കൊണ്ട് കിട്ടിയ ഒരു ഇടങ്ങാറാണ്. എന്താ ഇനി പറയാ? ഇതിന്റെ കൺസ്യൂമർ കോർട്ടുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ നോക്കണ്ടോ? അത് ഞാൻ ഇപ്പൊ അങ്ങനെ പറയുന്നില്ല. അതിപ്പോ അങ്ങനെ പറയാൻ പറ്റൂല. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. അത് ഞാൻ പിന്നെ നോക്കാം. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഇത് നിങ്ങൾ പുറത്തു വിടുന്ന വീഡിയോ ആയതുകൊണ്ട് നമുക്കിപ്പോ ഇതിൽ കൊടുക്കാനുള്ള സന്ദേശം, വാപ്പാക്ക് വണ്ടിയല്ല ഏതൊരു സാധനം കൊടുക്കാച്ചാലും എന്തെങ്കിലും ഒരു രേഖ അതിനുണ്ടാക്കണം എന്നുള്ളതാണ്. എന്നാലും അത് നടക്കണമല്ല, പ്രായോഗികമല്ല. കാര്യങ്ങൾ പ്രായോഗികമല്ല. എന്ത് സാധനത്തിനും രേഖ വേണം എന്നുള്ള സംഗതി പ്രായോഗികമല്ല. നിയമം അങ്ങനെ ഉണ്ടെങ്കിലും പ്രായോഗികമല്ല. കാരണം മനുഷ്യന് തമ്മിലുള്ള വിശ്വാസമാണ് ഏറ്റവും വലുത്. എന്നാൽ എല്ലാ നിയമത്തിലും എഴുതി വെക്കണമെന്നുണ്ടല്ലോ. അതിപ്പോ നമ്മുടെ ഇസ്ലാമിക നിയമത്തിലും ഇടപാടുകൾ എഴുതി വെക്കണം എന്നുണ്ട്. അതൊന്നും ആരും ചെയ്യാറില്ല. അങ്ങനെ എന്തൊക്കെയുണ്ട് പിന്നെ നിയമങ്ങളിൽ? കച്ചവടം ചെയ്യുമ്പോ വാചകം വേണം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണമല്ലോ. പക്ഷെ അതൊന്നും നമ്മളാരും ചെയ്യാറില്ലല്ലോ. അപ്പോ എന്താ ഇനി ഈ വിഷയത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നല്ലൊരു പെടല് ഞാൻ പെട്ടു എന്ന് തന്നെ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മള് ബൈക്കും കാറൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ അടുത്തുള്ള വണ്ടി കൊടുത്ത് പുതിയ വണ്ടിക്ക് നല്ല പ്രതീക്ഷയിൽ കാത്തിരിക്കും. അപ്പോൾ ഇതുപോലുള്ള അബദ്ധങ്ങളും പറ്റിക്കലും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല ശ്രദ്ധയിൽ കാര്യങ്ങൾ നടത്തുക എന്നാണ് പറയാനുള്ളത്. അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഒരു കമ്പനി എടുത്തു പറയാന്നുള്ളത് അല്ല ഇതിന്റെ വിഷയം. പറയേണ്ടി വന്നപ്പോ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ കമ്പനികളും എല്ലാ ബ്രാഞ്ചുകളും ഇങ്ങനെ ആയിക്കോളണമെന്നൊന്നുമില്ല. പക്ഷെ ഉത്തരവാദിത്തം അവർ തന്നെ ഏറ്റെടുക്കണം. ഇതുവരെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് പറയുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.